ഞാൻ 1-2 വീഡിയോ ചെയ്തു. 2 വീഡിയോയും മുഖം കാണിക്കാനുള്ള വീഡിയോ ആയിരുന്നു. പ്രത്യേകിച്ച് മഴയുടെ ശബ്ദം അങ്ങ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ്. ഏതായാലും തുടരെ എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നു. സാധാരണ തുടരെ എന്ന ചിത്രത്തിൻ്റെ കേരള കളക്ഷനും അതുപോലെ വേൾഡ് വൈഡ് കളക്ഷനും ഞാൻ കൃത്യമായിട്ട് മുഖം കാണിച്ച് തന്നെ ഇടണം, എനിക്ക് നിർബന്ധമുണ്ട്. കാരണം മുഖം കാണിച്ച് തന്നെ തുടരും എന്ന ചിത്രം നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റിയ കളക്ഷൻ തന്നെയാണ് തുടരും എന്ന ചിത്രത്തിന് ഉണ്ടാകുന്നത്. മുഖം പൊത്തിയോ അല്ലെങ്കിൽ മുണ്ട് തലയിലിട്ടോ ഒന്നും പറയേണ്ട കാര്യമില്ല, മുഖം കാണിച്ച് തന്നെ പറയണം, അല്ലേ? അതാണ് നമ്മുടെ രീതി. അപ്പം എന്താ പറയുക എന്ന് യാതൊരു നിശ്ചയമില്ല. അപ്പം പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്നു. മോഹൻലാലിൻ്റെ വിമർശകരെ സംബന്ധിച്ച് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല സമയങ്ങളുണ്ട്. തുടരും ഇങ്ങനെ ചിത്രം ഇങ്ങനെ കളക്ഷൻ വർധനവ് നേരിട്ടുകൊണ്ടിരിക്കുമ്പം അവർ പ്രതീക്ഷിച്ച 1-2 കാര്യമാണ്. ഒന്ന്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രിൻസും കൂട്ടരുമൊക്കെ എത്തുന്നു, പടക്കളം, പ്രിൻസ്, അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ എത്തുമ്പം തുടരുന്നതിൻ്റെ കളക്ഷൻ കുറഞ്ഞ് ഷൺമുഖൻ അവിടെ പരാജയപ്പെടും, തറ പറ്റും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്താണ് യാതൊരു കുലുക്കവുമില്ലാതെ ഷൺമുഖൻ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുന്നത്. പ്രിൻസും കൂട്ടരുമൊക്കെ 10 മടക്കി താഴെ പോകുന്ന അവസ്ഥയിലും തുടരി ഇപ്പോഴും മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനിടയിൽ ഒരു സന്തോഷ വാർത്തയായിട്ട് അവർക്ക് എത്തിയത് നരിവേട്ടയും ഉജ്ജ്വലനും ഒക്കെ മികച്ച അഭിപ്രായം നേരിടുന്നു, കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കും, അപ്പോഴും ഷൺമുഖം തീർന്നു പോകും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവരെ നിരാശപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇന്ന് കിട്ടാൻ വരുന്നത്. കാരണം ഷൺമുഖൻ ഇപ്പോഴും യാതൊരു കുലുക്കമില്ല. ഇപ്പം 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ കാണിക്കുന്ന 2 ചിത്രങ്ങളെ മലയാള സിനിമയിൽ ഇപ്പോഴും ഉള്ളൂ. അത് ഒന്ന് തുടരും, ഒന്ന് നരിവേട്ടയുമാണ് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതമുള്ള ഒരു വാർത്ത. കാരണം പുതിയ 6ഓളം ചിത്രങ്ങളാണ് പുതിയതായിട്ട് റിലീസായത്. ആ ചിത്രങ്ങളൊന്നും ഈ ഗണത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. അതുപോലെ തന്നെ ഇന്നലെയും 29ാമത്തെ ദിവസവും റിലീഫ് ചിത്രങ്ങൾക്കിടയിലും ഈ മഴയ്ക്കിടയിലും 66 ലക്ഷം രൂപയാണ് ഇന്നലെ നേടിയത്. അങ്ങനെ 115 കോടി 80 ലക്ഷത്തിലേക്ക് കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോഴും ഏകദേശം 80-75 റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക. അപ്പം വിമർശകരെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുന്നത്, നിരാശപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതൊക്കെ നിരാശപ്പെടുത്തുന്ന വാർത്തകൾ അവരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു വൈബുണ്ട്. അതെത്ര പറഞ്ഞാലും കിട്ടത്തില്ല, അല്ലേ? അത് മുഖം കാണിക്കാതെ മുഖം കാണിച്ച് തന്നെ പറയണം എന്ന് ഞാൻ തീരുമാനിക്കാനുള്ള ഒരു കാരണം അത് തന്നെ. അപ്പം ഈ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇന്ന് വേൾഡ് വൈഡായിട്ട് ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് 229 കോടി 95 ലക്ഷം രൂപയാണ്. 229 കോടി 95 ലക്ഷം എവിടുന്നൊക്കെ നേടി എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയാം. കർണാടകത്തിൽ നിന്ന് 1 ലക്ഷം രൂപ 8 കോടി 5 ലക്ഷം രൂപയാകുന്നു. ആന്ധ്രയിൽ നിന്ന് 1 ലക്ഷം 3 കോടി 57 ലക്ഷമാകുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 1 ലക്ഷം 5 കോടി 8 ലക്ഷമാകുന്നു. കേരളത്തിൽ നിന്ന് 66 ലക്ഷം 115 കോടി 37 ലക്ഷം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷം 4 കോടി 16 ലക്ഷം. അങ്ങനെ 136 കോടി 95. ഓവർസീസിൽ നിന്ന് 93. ഇന്നലെ 93 കോടി തന്നെ കാണിച്ചല്ലേ, എന്താ കാര്യമൊന്നും അറിയില്ല. 229 കോടി 95 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡായിട്ട് തുടരുന്ന ചിത്രം 29ാമത് ദിവസം വരെ നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വാർത്ത പറഞ്ഞിരുന്നു, കേരള ഷെയറായിട്ട് മാത്രം 50 കോടി ഈ ചിത്രം നേടിയെന്ന്. എന്താ അത്ഭുതം, അല്ലേ? കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ഒരു മഹാനായ നിർമ്മാതാവ് പറഞ്ഞത്, കേരളത്തിൽ എവിടെ 100 കോടി ഷെയർ കിട്ടും, ഉടൻ തന്നെ കൊടുത്തു. എമ്പുരാനിലൂടെ 100 കോടി ഷെയർ. കേരളത്തിൽ എവിടെ 50 കോടി ഷെയർ എന്ന് ആരെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ദേവി കാട്ടിക്കൊടുത്തു. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി ഗ്രോഫും 50 കോടി ഷെയറും. ഇത് മോഹൻലാൽ അല്ലാതെ വേറെ ഏത് നടൻ സാധിക്കും? ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനെ കംപ്ലീറ്റ് ആക്ടർ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ
ഇത്രമേൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? കാരണം മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ളത് അറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വിമർശകരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ നിരാശ നൽകുന്ന വാർത്ത തന്നെയാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് എന്ന്. അപ്പോൾ 1200 ടിക്കറ്റാണ് മണിക്കൂറിൽ ഇപ്പോഴും തുടരും എന്ന ചിത്രത്തിൻ്റെ 30ാമത്തെ ദിവസവും വിറ്റ് പോകുന്നത് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഞാൻ പറഞ്ഞില്ലേ, 2 ചിത്രങ്ങൾ മാത്രമേ ഇന്നും 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ നിൽപ്പുള്ളൂ. അത് ഒന്ന് നരിവേട്ടയും ഒന്ന് തുടരുമാണ്. 30ാമത്തെ ദിവസം ട്രാക്കിംഗ് കളക്ഷനായിട്ട് കാണിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് 75-80 ലക്ഷമെങ്കിലും റേഞ്ചിൽ ഈ ചിത്രത്തിന് പ്രതീക്ഷിക്കാം. അങ്ങനെ 116 കോടിക്ക് മുകളിലേക്ക് കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. വൈഡായിട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്ന തുക ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് 131 കോടിയിലേക്ക് കടക്കും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. നാളെ ഞായറാഴ്ചയാണ്, മഴയൊന്നൊരു പ്രശ്നമല്ല, പുതിയ ചിത്രങ്ങളൊരു പ്രശ്നമല്ല. നാളെയും ഒരു കൊലത്തൂക്ക് കളക്ഷൻ തന്നെ നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ ഒരു പക്ഷേ 1 കോടിക്ക് മുകളിൽ 1.5 കോടിയൊക്കെ റേഞ്ചിൽ തുടരും എന്ന ചിത്രത്തിന് കളക്ഷൻ പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞില്ലേ, തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഒരു സമയത്ത് പോലും കുറയുന്നതായിട്ട് തോന്നുന്നില്ല. ഈ തുടരും എന്ന ചിത്രത്തിൻ്റെ വീഡിയോ ചെയ്യാൻ തന്നെ നമുക്കൊരു വൈബും ഒരു സന്തോഷമൊക്കെയാണ്. കാരണം പല ചിത്രങ്ങളെ പറ്റി നമ്മൾ ഭയങ്കര ഹൈപ്പിൽ പറഞ്ഞ് അവസാനം കളക്ഷൻ വന്നു കഴിയുമ്പോൾ കുറയുന്നത് കാണും. അത് കുറച്ച് നാൾ നിൽക്കും, അതിനുശേഷം വീണ്ടും കുറയുന്നു. പക്ഷേ തുടരും എന്ന ചിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യം മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു എത്ര വീഡിയോ ഞാൻ ചെയ്തതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. കാരണം ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും തുടരും എന്ന ചിത്രത്തിൻ്റെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ടാണ്. ഈ 30ാമത്തെ ദിവസവും അതിന് യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ്. യൂട്യൂബർമാർക്ക് കണ്ടന്റിന് യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ 1-2 ചിത്രങ്ങൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ യൂട്യൂബർമാർ കഞ്ഞി കുടിച്ചൊക്കെ പോകും. ആ അവസ്ഥയാണ് തുടരും ചിത്രം നമുക്ക് തരുന്നത്. അപ്പോൾ ആ ചിത്രത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹിച്ചേ പറ്റൂ. അതുപോലെ ലാലേട്ടൻ ഇതൊക്കെ തന്ന ലാലേട്ടനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹിച്ചേ പറ്റൂ. ആ അവസ്ഥയാണ്. അപ്പം തുടരും എന്ന ചിത്രം ഇങ്ങനെ ജൈത്രയാത്ര തുടരട്ടെ. നമുക്കും ഇങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. കൃത്യമായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഒരു മികച്ച കളക്ഷൻ തന്നെ നാളെ ഞായറാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തുടരും ചിത്രം നമുക്ക് തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം ഈ സിനിമ തന്നു. ആദ്യത്തെ 100 കോടി തരണമെന്ന് പറഞ്ഞു, കേരളത്തിലേക്ക് ആദ്യത്തെ 100 കോടി തന്നു. ആദ്യത്തെ 50 കോടി ഷെയർ വേണമെന്ന് പറഞ്ഞു, അത് തന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 28 കോടി മാത്രമേ ഇതിൻ്റെ ബഡ്ജറ്റുള്ളൂ. ആ ബഡ്ജറ്റിൽ കേരളത്തിൽ നിന്ന് മാത്രമായി ഏകദേശം ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ തുക കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ലാഭം നേടിയൊരു ചിത്രമാണ് തുടരുന്ന ചിത്രം. അതൊക്കെ അങ്ങനെ പല അത്ഭുതങ്ങൾ നമുക്ക് തന്ന ഒരു മലയാള സിനിമയാണ് തുടരും. ഇത് എത്ര നാൾ ഓടും എന്നുള്ളത് കൃത്യമായിട്ട് പ്രവചിക്കുകയോ വയ്യ. ഞാൻ ആദ്യം മുതൽ പറയുന്നു, എത്ര കളക്ഷൻ നേടുമെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ രീതിയിലുള്ള ഓട്ടം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അത് ഓടട്ടെ, നമുക്കും വീഡിയോയുമായി മുമ്പേ തന്നെ പോകാം അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തും വരെ ഓക്കെ ബൈ. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ ബൈ.